ആധുനിക മാമാങ്കം നടന്ന വർഷം 1999. ആധുനിക മാമാങ്കം നടന്നത് 1999 എക്സ്-റേ കണ്ടുപിടിച്ചത് റോൺട്ജൻ. ഇന്ത്യയിൽ UPSC നിലവിൽ വന്ന വർഷം 1926 ഒക്ടോബർ 1. ഇന്ത്യയിൽ UPSC നിലവിൽ വന്ന വർഷം 1926 ഒക്ടോബർ 1. പുഞ്ചകൃഷിയിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ആലപ്പുഴ. ഉപരാഷ്ട്രപതിയെപ്പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം 63. ഉപരാഷ്ട്രപതിയെപ്പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം. ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് മുംബൈ. സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നത് ഫ്ലൂറിൻ. കേരള സർക്കാർ ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് 1961. കേരള സർക്കാർ ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് 1961. ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥപ്രകാശം. അമൃത ഷേർഗിൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന വസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വനിതയാണ് ഷീല ദീക്ഷിത്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ വനിത ഷീല ദീക്ഷിത്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദ. ഐലറ്റ്സ് ഓഫ് ലാൻഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920. അർത്ഥശാസ്ത്രം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് 1920. അർത്ഥശാസ്ത്രം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ. ശൈത്യകാല മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. മണ്ണാപ്പേടി പുലപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ച വേണാട് രാജാവാണ് ഉണ്ണി കേരളവർമ്മ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യമാണ് തുളസി. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. ലോകത്തിൻ്റെ പ്രകാശം എന്നറിയപ്പെടുന്നത് യേശുക്രിസ്തു. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം ചിന്നാർ. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. സലിം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ. IT ആക്ട് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2008. ഏറ്റവും അധികം മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഉലുവ. IT ആക്ട് ഭേദഗതി ബില്ല് പാസാക്കിയ വർഷം 2008. മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഉലുവ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ശ്രാവണബെൽഗോള ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28.
എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന കൃതി രചിച്ചത് കല്ലേൻ പൊക്കുടൻ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ വനമാണ് സുന്ദർബൻസ്. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം 2006. ബ്രഹ്മപുരം താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം 2006. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല പത്തനംതിട്ട. മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 1950 ഡിസംബർ 10. കോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ടിഷ്യൂ കൾച്ചർ. ഭാരം അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്നത് ക്യൂണി കൾച്ചർ. നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ശിവരാമൻ കമ്മീഷൻ. മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950 ഡിസംബർ 10. കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. BSNL സ്ഥാപിതമായ വർഷം 2000. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഏതു മാസത്തിലാണ്? നവംബർ. സവർണ്ണ ക്രിസ്ത്യാനികളും അവർണ്ണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം രചിച്ചതാര്? പാമ്പാടി ജോൺ ജോസഫ്. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീൻ. BSNL സ്ഥാപിതമായത് 2000. കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് നവംബർ മാസത്തിൽ. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീൻ.